ബൈബിളിൽ ഒരു സൂപ്പർ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി ഉണ്ട്. ജോനാഥന്റെയും ദാവീദിന്റെയും. സാവൂൾ രാജാവിന്റെ മകനായിരുന്നു ജോനാഥൻ. സ്വാഭാവികമായും സാവൂൾ രാജാവിന് ശേഷം അടുത്ത കിരീടാവകാശി ജോനാഥനാണ്. പക്ഷെ അവനേക്കാൾ പ്രാപ്തിയും തന്റെ ഇടം ഉണ്ടായിരുന്നു അവന്റെ സുഹൃത്തായിട്ടുള്ള ദാവീദിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ തന്റെ സുഹൃത്തിന്റെ വളർച്ചയിൽ ജോനാഥൻ ഒരിക്കലും അസൂയപ്പെടുന്നില്ല, ദുഃഖിക്കുന്നില്ല, സന്തോഷിക്കുന്നേ ഉള്ളൂ. എന്നാൽ സാവൂൾ രാജാവിന് ദാവീദ് എന്ന ചെറുപ്പക്കാരൻ തന്റെ മകന്റെ വഴിയിലെ തടസ്സമായിരുന്നു. അവനെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ വിവരം വളരെ രഹസ്യമായിട്ട് ജോനാഥൻ തന്റെ സുഹൃത്തായ ദാവീദിനെ അറിയിക്കുകയാണ്. അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. ജോനാഥന് ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? മിണ്ടാതിരുന്നെങ്കിൽ, ഇത് കേട്ടില്ലെന്ന് ഭാവിച്ചിരുന്നെങ്കിൽ അവരവനെ കൊന്നിട്ട് പോയാനെ വളരെ ഈസി ആയിട്ട് അവന് രാജകിരീടം അണിയാമായിരുന്നു. എന്നാൽ ജോനാഥൻ അത് ചെയ്തില്ല. കാരണം രാജ്യത്തെക്കാൾ, പ്രശസ്തിയേക്കാൾ, പേരിനേക്കാൾ അവൻ വില കൊടുത്തത് അവന്റെ സൗഹൃദത്തിനാണ്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ കണ്ടെത്തിയവൻ നീതി കണ്ടെത്തിയിരിക്കുന്നു. ദാവീദ് ജോനാഥനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് നിന്നോടുള്ള സ്നേഹം സ്ത്രീകളോടുള്ള പ്രേമത്തെക്കാൾ അഗാധമാണ്. ലൈഫില് ഒത്തിരി ഫ്രണ്ട്സ് വേണമെന്ന് ഞാൻ പറയൂല, എന്നാൽ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന 1 or 2 പേര് ഉണ്ടായാൽ മതി സഫലം ഈ യാത്ര. ബൈബിളിൽ ഒരു